ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമുക്ക് ലാസ്റ്റ് ഡേ, അതായത് ലാസ്റ്റ് ട്യൂസ്ഡേ ആയിരുന്നു നമുക്കുണ്ടായത്. അപ്പോൾ അന്ന് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴത്തേക്കും നമ്മളൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഒരു പോസിറ്റീവ് ക്ലോസിങ്ങും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതും നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ബിക്കോസ് നമുക്ക് ഇനി അവിടെ നിന്നൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ഒരു സപ്പോർട്ട് 22,000 വരും എന്നുള്ളത്. ബട്ട് 22,200 ആയിരുന്നു നിഫ്റ്റി പറഞ്ഞ സപ്പോർട്ടൊക്കെ. ബട്ട് അതിൻ്റെയും താഴെയാണ് ഓപ്പൺ ആയത്. ആൻഡ് അവിടെയും പോസിറ്റീവ് എന്ന് വെച്ചാൽ പിന്നെയും ഒരു ഫാൾ കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണണം. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഡെഫിനറ്റ്ലി ബാഡ് ന്യൂസൊക്കെ ആയിട്ട് വാർ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും കൃത്യമായിട്ടുള്ള SL കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ഒരു വോളറ്റൈൽ ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് OI ചാർട്ട് നോക്കാം. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് ഉണ്ടായത് അല്ലേ. ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിരുന്നു. ആൻഡ് അതിനുശേഷം നിഫ്റ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോളോ ആവാൻ ശ്രമിച്ചെങ്കിലും നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയി. ആൻഡ് നിഫ്റ്റി പിന്നെ സപ്ലൈ സോൺ, ഇനീഷ്യലി നിഫ്റ്റിയാണ് ഒരു പുൾ ബാക്ക് എടുത്തത്. ബട്ട് സപ്ലൈ സോണിൽ പോയിട്ട് റിജക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് കാണാം സപ്ലൈ സോണിൽ നിന്ന് നിഫ്റ്റിക്ക് മേലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതായത് 22,200 എന്ന നമ്മൾ ലെവൽ ഓഫ് സപ്പോർട്ട് പറഞ്ഞത് നേരെ എന്തായി റെസിസ്റ്റൻസ് ആയിട്ട് അത് മാറിയായിരുന്നു. ആൻഡ് അവിടെ ടച്ച് ചെയ്തിട്ടാണ് സപ്ലൈ സോണിൽ ടച്ച് ചെയ്തിട്ടാണ് നിഫ്റ്റി ഒന്ന് ഫോളോ ആയത്. ഈവൻ ഡേ ലോ വരെയും നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ചെയ്ത് ബട്ട് ഡിമാൻഡ് സോണിൻ്റെ അടുത്തേക്ക് വന്നില്ല. ആൻഡ് ചെറിയൊരു ബൗൺസ് ബാക്ക്, ഒരു നല്ലൊരു പുൾ ബാക്ക് അല്ല ഒരു ബൗൺസ് ബാക്ക് നിഫ്റ്റി തന്നു. ഡേ ഹൈ ക്ലിയർ ചെയ്തിട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. എന്തായാലും നമുക്കതൊരു പോസിറ്റീവ് നോട്ടായിട്ട് തന്നെ കാണാം. ബിക്കോസ് നമ്മൾ ഒരു 4 hour ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കത് ലാർജ് ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കതിനെ സംസാരിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇൻട്രാഡേ അനാലിസിസിൽ എല്ലാവർക്കും ആ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇൻട്രാഡേയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ 22,000 ആയിരുന്നു നമുക്ക് നല്ലൊരു 22,200 ആയിരുന്നു സപ്പോർട്ട് പറഞ്ഞത്. ദെൻ അത് തന്നെ ശേഷം നമുക്ക് 22,000 പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ആൻഡ് 16th of April നിഫ്റ്റി എടുത്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് മാക്സിമം നിഫ്റ്റിയുടെ ഒരു എക്സ്പയറീസ് ഒക്കെ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം എന്നുള്ളത്. നിഫ്റ്റിക്ക് 22,200 ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. ആൻഡ് നല്ലൊരു സപ്പോർട്ട് വരുന്നത് 22,000 തന്നെയാണ്. ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത് 22,500 ആണ്. ആൻഡ് അവിടെ നിന്ന് 22,400, 300, 200 അവിടെ എല്ലായിടത്തും 200 ഒരു സ്ട്രാഡിലുണ്ട്. ആൻഡ് അതിന് മേളിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും നല്ല ഹ്യൂജ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 22,500 മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ 22,200 നമുക്ക് സ്ട്രാഡിൽ വെക്കാം. ഇവിടെ നമുക്ക് ഒരു കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രാഡൽ ഫോർമേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അവിടെ നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും കൊടുക്കാം. ഓക്കെ. ആൻഡ് കുറച്ചൊന്ന് സപ്പോർട്ടും കൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ആൻഡ് 22,000 ആണ് ഇപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അത് റിട്ടേൺ ആണ്. ആൻഡ് 22,500 നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാം റിട്ടേൺ ആണ്. ആൻഡ് എല്ലാ 100 പോയിൻറ്റ്സിലും നമുക്ക് കോൾ റേറ്റിംഗ് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ആൻഡ് ഹ്യൂജ് റെസിസ്റ്റൻസും ആൻഡ് നല്ല സ്ട്രാഡൽ ഫോർമേഷനുള്ള സ്ട്രൈക്കും ആൻഡ് ഒരു സപ്പോർട്ടുള്ള സ്ട്രൈക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ 3 സ്ട്രൈക്കും ശ്രദ്ധിക്കുക നിഫ്റ്റിയിൽ. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കാൻ നേരത്ത് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഡേ ലോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടായത്. മീൻസ് ഹോൾ ഡേ ട്രേഡ് ചെയ്തത്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ 47,500 എന്ന ലെവലായിരുന്നു ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ആക്കി നിന്നത്. ആൻഡ് അവിടെ ടച്ച് ചെയ്യുന്നു, ഫോളോ ആവുന്നു. ബട്ട് ഫോൾ വന്നാലും ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, പോസിറ്റീവായിരുന്നു. ആൻഡ് അതിൻ്റെ മേളിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു. ദെൻ ലാസ്റ്റ് വന്നപ്പോഴേക്കും ഒരു ചെറുതായിട്ട് നമുക്ക് 2 പോസിറ്റീവ് ക്യാൻഡിലോടുകൂടി അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓവറോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അനാലിസിസ് കുറച്ചും കൂടി നല്ല ഇതായിരുന്നു. മീൻസ് ബാങ്ക് നിഫ്റ്റി താഴെ ഹോൾഡ് ചെയ്തു. അതായത് 47,500 എന്ന ലെവൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തു എന്ന് വേണം പറയാൻ.
അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഇനി നെക്സ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത് ഇനി നാളെയല്ല, മീൻസ് നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി 24th ഏപ്രിലാണ്. മീൻസ് ഇനി നമുക്കൊരു 7 days ഉണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്കൊന്ന് ഈസി ആയിട്ട് കാണാൻ നോക്കിയാൽ 48 ശ്രദ്ധിക്കുക. ഈ ഒരു സ്ട്രൈക്ക് നോക്കുക, അവിടെ കോൾ റൈറ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് സ്ട്രാഡൽ ഫോർമേഷൻ 47,500, മാക്സിമം സപ്പോർട്ട് 47,000. അപ്പോൾ നമുക്ക് ലാർജ് റെസിസ്റ്റൻസ് ആയിട്ട് 48 നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ പുട്ട് റൈറ്റിംഗ് ഒരു നല്ല ഒരു മെസ്സേജ് ആയിട്ടാണ് മീൻസ് എനിക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ബാങ്ക് നിഫ്റ്റി ഒരു 48 ബാക്ക് ടു 48 ഒരു വരാനുള്ള ചാൻസ് കുറച്ചും കൂടി ഹൈ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഓൾറെഡി 48,000 നമുക്കൊരു പുട്ട് റൈറ്റിങ്ങിൻ്റെ ഒരു മെസ്സേജ് നമ്മൾ ഇനി ഏത് ലെവലിൽ ഓപ്പൺ ആയതാലും മാക്സിമം ബാങ്ക് നിഫ്റ്റി ഒന്ന് മേളിലേക്ക് കയറാനുള്ള ചാൻസ് അധികമാണ്. ആൻഡ് 47,500 നമ്മൾ സ്ട്രാഡിൽ ഫോർമേഷൻ പറഞ്ഞത്. അവിടെയും നമുക്ക് ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി ഇനി ഒരു 100 പോയിൻറ്റ് ബിലോ, അതായത് അവിടെ സ്ലൈറ്റ്ലി ഒരു കോൾ റൈറ്റിംഗ് ഉണ്ട്, ബട്ട് മേളിലേക്കാണ് നമുക്ക് മാക്സിമം പുട്ട് റൈറ്റിംഗ് ഒക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് അധികമാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഒരു സപ്പോർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് അങ്ങനെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഈ 3 ലെവലാണ് ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. ബാങ്ക് നിഫ്റ്റിക്ക് മേളിലേക്ക് പോകുന്തോറും പുട്ട് റൈറ്റിംഗ് അവിടെ വരുന്നുണ്ട്. മീൻസ് പ്രധാനമായിട്ടും 48,000 പുട്ട് റൈറ്റിംഗ് അതൊരു നല്ല പോസിറ്റീവാണ്. ആൻഡ് 47,500 അവിടെ ഇപ്പോൾ കറൻ്റ്ലി സ്ട്രാഡിൽ ലാസ്റ്റ് ഡേ അവിടെയായിരുന്നു ട്രേഡ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ദെൻ 47,000 ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 3 സ്ട്രൈക്ക് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ആൻഡ് അവിടെ ആ ലെവലിൽ നമുക്ക് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എവിടെയായിരിക്കും കൺസോൾട്ടേഷൻ എന്നത് ഈ ഒരു ലെവൽസിന് മീൻസ് കൺസിഡർ ചെയ്തിരിക്കും. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ ഒരു ഒ എ അനാലിസിസിൽ പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള ലാസ്റ്റ് ഡേ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ദെൻ ലാസ്റ്റ് ഡേ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് FISൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫാളാണ് വന്നത്, അതായത് ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എന്തായി വീണ്ടും ഒരു പോസിറ്റീവിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾക്ക് എന്തായി മീൻസ് FISൻ്റെ ഭാഗത്ത് പോസിറ്റീവ് വന്നാൽ നമുക്ക് ഇനി ഒരു റിവേഴ്സ് കിട്ടാനുള്ള ചാൻസ് അധികമാണ്. അപ്പോൾ അവിടെ നിന്ന് ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ FISൻ്റെ ഭാഗത്ത് OIL അതായത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ പോസിറ്റീവായിട്ട് നിൽക്കുന്നു, പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അവിടെ ഹെഡ്ജിങ്ങിന് വേണ്ടിയാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ പറഞ്ഞു അവിടെ പുട്ട് റൈറ്റിംഗ് മീൻസ് പുട്ട് ലോങ്ങിലേക്ക്, രണ്ടും ലോങ് ആണ്, കുറച്ചും കൂടി മോർ എല്ലാം കൂടി നിൽക്കുന്നത് കോൾ റൈറ്റിംഗ് മീൻസ് കോൾ ലോങ്ങിലേക്കാണ് നിൽക്കുന്നത്. കോൾ റൈറ്റിംഗ് അല്ല, കോൾ ലോങ് ആയിട്ട് നിൽക്കുന്നു. സോ അത് നമുക്ക് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അത് പോസിറ്റീവാണ്. ആൻഡ് ഇവിടെയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. സെല്ലിംഗ് ഇവിടെ കുറഞ്ഞു വരുന്നു. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ എന്തായി സെല്ലിംഗ് ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ലാസ്റ്റ് മൺഡേയിലുണ്ടായത് -38 ആണെങ്കിൽ -31, അതും ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സാണ്. ബട്ട് OI ഇൻഡെക്സിൽ ഓപ്ഷൻസിൽ അവർ ചെറുതായിട്ട് നെഗറ്റിവിറ്റി ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അൺവൈൻഡായ കോള് ഇവിടെ നമുക്ക് അൺവൈൻഡായി, അതായത് അൺവൈൻഡായ കോൾ ഇപ്പോൾ ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവാണ്. ആൻഡ് അവിടെ നമുക്ക് അതായത് പുട്ട് ലോങ്ങിലേക്ക് തന്നെ നിൽക്കുന്നു OI വെച്ച് നോക്കുമ്പോൾ. ആൻഡ് സെല്ലിങ് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സെല്ലിങ് തുടരുന്നുണ്ട്. അപ്പോൾ അവർ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും എല്ലാം ഒരു പോസിറ്റീവ് നോട്ടും OI വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു നെഗറ്റീവ് നോട്ടാണ് ഉള്ളത്. എനിവേ നമുക്ക് പ്രോയും കൂടി നോക്കാം. അവർ രണ്ട് സൈഡും നമുക്ക് ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് കിട്ടിയത്. ഇനി നമുക്ക് മീൻസ് നമ്മൾക്ക് പ്രോ വെച്ച് നോക്കുമ്പോൾ പ്രോ നല്ല പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്, നല്ല ബുള്ളിഷായിട്ടാണ് പ്രോ OI ഇൻഡെക്സ് ഓപ്ഷൻസിനെ കാണുന്നത്. അത് നല്ല ഹെവിലി ബുള്ളിഷാണെന്ന് പറയാം. ആൻഡ് സെല്ലിങ് ഒന്ന് അവർ കൂട്ടിയിട്ടുണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സെല്ലിങ് കൂട്ടിയിട്ടുണ്ട്, അതൊരു നെഗറ്റിവിറ്റിയാണ്. ആൻഡ് OI ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ ഒരു നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യുകയാണ്. ബട്ട് നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്,
ലാസ്റ്റ് ഡേ അത്രയും ഒരു സെല്ലിങ് ഇല്ല. മീൻസ് ട്യൂസ്ഡേ, അതായത് മൺഡേ നല്ല ഹെവിലി ബിയറിഷ് ആയിരുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ആ ബിയറിഷ്നെസ് അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പോസിറ്റീവ് നോട്ടായിട്ട് കാണാം. ദെൻ ഇനി നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നോക്കാം. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർ സെല്ലിങ് മീൻസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അവർ നെഗറ്റിവിറ്റി തുടരുന്നുണ്ട്. ബട്ട് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മീൻസ് OA ഇൻഡെക്സിലാണ് അവർ നെഗറ്റിവിറ്റി തുടരുന്നത്. ബട്ട് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിലൊക്കെ അവർ പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ ഈക്വലി ഡിവൈഡഡ് ആണ്, ഒരേ സെൻറ്റിമെൻറ്റിലല്ല പോകുന്നുള്ളത് കാര്യം ശ്രദ്ധിക്കുക. മീൻസ് ഒരു വോളറ്റൈലിറ്റിയാണ് അവിടെ നമുക്ക് സൂചിപ്പിക്കുന്നത്. FIS ക്യാഷ് മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ FISൻ്റെ ഒരു സെല്ലിങ് കാണാം, -4,400 സെല്ലിങ് കാണാം. ആൻഡ് DIS ബൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഹാഫ് ക്വാണ്ടിറ്റി ആണ്, 2,000 ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇത് നോക്കാം. നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് എങ്ങനെയാണ് നോക്കാം. FIDA ഡാറ്റ നോക്കാൻ നേരത്ത് എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ഒരു മിക്സഡ് നോട്ടാണ് അവിടെ നിന്ന് കിട്ടുന്നത് അല്ലേ. ഒരു സൈഡ് അവർ പോസിറ്റീവും ഒരു സൈഡ് അവർ നെഗറ്റീവായിട്ട് കാണുന്നു. ബിക്കോസ് മാർക്കറ്റിൻ്റെ നമ്മൾ പറഞ്ഞ ആ ഇനീഷ്യൽ ഫോള് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ആവാം മേ ബി OA വെച്ചിട്ട് അവർ കുറച്ചും കൂടി ബിയറിഷ്നെസ് തുടരുന്നത്. ബട്ട് ഡെയിലിയിൽ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവ് നോട്ടിന് എന്തായാലും നമുക്കൊരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു ഫോളായി, ഇവിടെ നമുക്കൊരു പുൾ ബാക്കിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊന്ന് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കൺഫർമേഷൻ ക്യാൻഡിലും കൂടി കിട്ടണം. ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിയാൽ മേ ബി ഈ ഒരു ഹൈ, അതായത് 22,500 അല്ലെങ്കിൽ ഇവിടെ വന്ന സെല്ലിങ്ങിൻ്റെ ഈ ഒരു ഹൈ ആണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. 400 മേ ബി ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് വന്ന് മേളിലേക്ക് പോയാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും പോകും. ഇനി അതല്ല, ഇവിടെ വന്നിട്ട് ഒരു റിവേഴ്സിങ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഫോർമേഷൻ വെച്ച് നോക്കുക, അതായത് 22,400 to 22,500 ലെവലിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് ലെവലിലാണ് നമുക്ക് എന്താക്കുന്നത്, മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഹൈ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇനിയും ഫോൾ ആവോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഹൈ ടച്ച് ചെയ്താൽ 22,500 ടച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാക്സിമം ഇവിടെ നിന്നൊരു പുൾ ബാക്ക് എടുക്കാനുള്ള ചാൻസാണ് ഹെവിലി ഹ്യൂജായിട്ട് നിൽക്കുന്നത്. ഇനി ഇവിടെ വന്നാൽ നമുക്ക് എന്താവുന്നുള്ളത് ഇനി റെസ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഡാറ്റ നോക്കിയതിന് ശേഷം മാത്രം നോക്കാം. ഇനി നമുക്ക് എങ്ങാനും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് 22,000 സപ്പോർട്ട് ഉണ്ട്, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണ് എന്തായാലും പുൾ ബാക്കിൻ്റെ സെറ്റപ്പിൽ തന്നെയാണ് OA അനാലിസിസിൽ നമ്മൾ നോക്കിയിട്ട് കാണുന്നത്. ദെൻ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും ഒരു നമുക്ക് എക്സാക്റ്റ് നിഫ്റ്റീനെ മാതിരി തന്നെ ഒരു പുൾ ബാക്കിൻ്റെ എല്ലാ ലക്ഷണവും നമുക്കത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് അല്ലേ. ഇവിടെ നമുക്കൊരു ഹൈ എടുത്തു, ഒരു നല്ല ഫോള് കിട്ടി. ദെൻ ഇപ്പോൾ നമുക്ക് 48 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും ബാങ്ക് നിഫ്റ്റിക്കും ഒരു പുൾ ബാക്ക് ടു 48,000 എന്നുള്ളത് ഏകദേശം നമുക്ക് മീൻസ് നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു ലെവലാണ് 48 ടു ഈ ഒരു ലെവൽ 48,300-400 ലെവൽ ടു ഒരു 48,500 ലെവലിനെ വെച്ച് നോക്കുക. ഇവിടെ വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് എങ്ങനെയാണ് അവിടുത്തെ ഫോർവേഡ് ടൈം ഫ്രെയിം വെച്ചിട്ടും നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം. ആൻഡ് ഇവിടെ വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ഔട്ട് ആകാൻ പറ്റുന്നുണ്ടോ, അതല്ല നമ്മൾ പറഞ്ഞ മാതിരി റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് ഇവിടെയും നമുക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇനി നമുക്ക് ഒരു ബൗൺസ് ബാക്കിനുള്ള ചാൻസാണ് എല്ലാം നമുക്ക് മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഉള്ളത്. ഇനി ഫോൾ ആവണമെങ്കിൽ കണ്ടിന്യൂസ് ഫോൾ ആവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ, അതായത് ലാസ്റ്റ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും ഫോൾ ആവും. അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ആൻഡ് മീൻസ് ഫിഡ് നിഫ്റ്റിക്കും നല്ലൊരു ബൗൺസ് ബാക്ക് ക്യാൻഡിൽ ഫോർമേഷനൊക്കെ ഉണ്ട്. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലാണെങ്കിൽ നോക്കുമ്പോഴും ഒരു മീൻസ് ഒരു നെഗറ്റീവ് ക്യാൻഡിലാണെങ്കിലും അവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് മിഡ് ക്യാപ്പിൽ ഫോം ചെയ്തേക്കുന്നത്. എനിവേ അതൊരു നല്ല സപ്പോർട്ട് ഏരിയയിൽ വെച്ചിട്ടാണ് മിഡ് ക്യാപ്പ് ഫോം ചെയ്തേക്കുന്നത് മാത്രം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി വിക്സാണ്. വിക്സും നോക്കാൻ നേരത്ത് വിക്സും സ്റ്റിൽ നല്ലൊരു റൈസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈവൻ ഒരു വാറിൻ്റെ ആണെങ്കിലും നമുക്കൊരു 12 ആ റേഞ്ചിൽ തന്നെയാണ് വിക്സ് നിൽക്കുന്നത്. അപ്പോൾ വിക്സും ഓൾവേസ് നോർമലാണ്.
ഇനി ജസ്റ്റ് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആയിട്ട് തന്നെയാണ്, മീൻസ് -25 പോയിൻറ്റിനെ മാത്രമാണ് ഗ്യാപ്പ് ഡൗൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. മേ ബി ഇന്ന് നൈറ്റ് നമുക്ക് US മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്താൽ അപ്പോൾ ഇവിടെ നിന്ന് വലുതായിട്ട് നിഫ്റ്റി വീണിട്ടുമില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പോസിറ്റീവ് നോട്ടാണ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് അധികമായിട്ട് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ പറയാനുള്ളത്. മാക്സിമം നമ്മൾ അനാലിസിസ് നോക്കാൻ നേരത്ത് കുറച്ച് നമുക്കൊരു നല്ലൊരു പുൾ ബാക്കിനുള്ള എല്ലാ ചാൻസും എല്ലാ പോസിബിലിറ്റീസും മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇനി അതല്ല മാർക്കറ്റ് ഇന്നലത്തെ അതായത് ലാസ്റ്റ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഫാൾ ആണെങ്കിൽ മേ ബി ഒരു ഫാൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അതിന് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും നമ്മൾ നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ടെലഗ്രാം ചാനലിലൂടെയും നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്കും ചെയ്യുക. ക്യാപിറ്റൽ എപ്പോഴും സേഫ് ചെയ്ത് ഉള്ള ട്രേഡിൽ മാത്രം കയറാനും ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.